വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ചിഹ്നങ്ങൾ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിഹ്നങ്ങൾ പകുതി വരെ എഴുതിയുള്ളൂ. ഋ വരെയാണ് ചിഹ്നങ്ങളും വായിച്ചുള്ളൂ. ചിഹ്നങ്ങളും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂടി എഴുതുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? ഇന്ന് അതിൻ്റെ ബാക്കി പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എഴുതിയത്? കാ എഴുതി, കി കീ കീ കു കൂ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയില്ലേ? പിന്നെ ക കാ കി കീ കു കൂ കു. പിന്നെ നമ്മൾ എന്താ എഴുതിയത്? കൃ ഇല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത്രയും പഠിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാം. അപ്പം നമ്മൾ പറഞ്ഞു, വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ സ്വരാക്ഷരങ്ങൾ കൂടുമ്പോഴാണ് ചിഹ്നങ്ങൾ നമ്മൾ എഴുതുന്നത്, അല്ലേ? അടുത്തത് എയുടെ കൂടെ ക. എ സ്വരാക്ഷരം, ക വ്യഞ്ജനാക്ഷരം. എയും ക കൂടെ ഒരുമിച്ച് വായിക്കുക. എങ്ങനെ നമ്മൾ ഒരുമിച്ച് എങ്ങനെയാണ് വായിക്കുക? കെ അല്ലേ? കായുടെ കൂടെ എ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത്? കെ. അപ്പം കെ എങ്ങനെ എഴുതുക? എങ്ങനെ നമ്മൾ കെ എഴുതുക? എയുടെ ചിഹ്നം എന്താണ്? എ. ഇതാണ് എയുടെ ചിഹ്നം. എയുടെ കൂടെ കാ എഴുതുമ്പോൾ കെ. കായുടെ കൂടെ എ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? കെ. ഇതാണ് എയുടെ ചിഹ്നം. അടുത്തത് എ കഴിഞ്ഞാൽ എ എങ്ങനെ എഴുതുക? ഇങ്ങനെ എയുടെ കൂടെ നമ്മൾ കാ മാത്രമല്ല കേട്ടോ, വേറെ ഏത് വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചാലും കൂട്ടി വായിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ കാ വെച്ചിട്ടാണ് ഇത് പറയുന്നതെന്ന് മാത്രം. ഇനി എയുടെ കൂടെ കാ കൂട്ടി ഒരുമിച്ച് വായിക്കൂ. രണ്ടും കൂടെ കായും കെ. ഈ എയുടെ ചിഹ്നം എന്താണ്? ഇതാണ് എയുടെ ചിഹ്നം. എയുടെ കൂടെ ഈ കാ ചേർത്ത കെ. മനസ്സിലായോ? കെ. എയുടെ കൂടെ കാ ചേർത്ത കെ. എയുടെ കൂടെ കാ ചേർത്ത കെ. എയുടെ ചിഹ്നം ഇതും മറക്കാതെ എഴുതുക. എയുടെ ചിഹ്നമാണ് ഇങ്ങനെ, എയുടെ ചിഹ്നമാണ് ഇങ്ങനെ. ഇനി അടുത്തത് എന്താണ്? എ കഴിഞ്ഞാൽ ഐ എങ്ങനെ എഴുതുക? ഈ ഐയുടെ കൂടെ നമ്മൾ ക എഴുതാം. വ്യഞ്ജനാക്ഷരം ക, സ്വരാക്ഷരം ഐയും കായും കൂടെ ഒരുമിച്ച് എങ്ങനെ വായിക്കുക? വായിക്കുമ്പോൾ എന്താ എഴുതുക നമ്മൾ? ഏത് ചിഹ്നം വരിക? ഇങ്ങനെ എഴുതി വീണ്ടും ഇങ്ങനെ ഇത് രണ്ടെണ്ണം കൂടി എഴുതണം. എഴുതുമ്പോൾ കൈ. കായുടെ കൂടെ ചേർക്കുമ്പോൾ കൈയുടെ ചിഹ്നമാണ് ഇത്. കൈയുടെ ചിഹ്നം ഇത്. അടുത്തത് എന്താ? അടുത്തത് ഓ എഴുതാറിയില്ലേ? ഓയുടെ കൂടെ എന്താ ചേർത്തത് നമ്മൾ? സ്വരാക്ഷരത്തിൻ്റെ കൂടെ വ്യഞ്ജനാക്ഷരം ക.
ഓയും കായും കൂടെ ഒരുമിച്ച് വായിക്കും. ഓടെ ചിഹ്നം എന്താ? കാടെ കൂടെ ഓ ചേർക്കുമ്പോൾ എങ്ങനെ വായിക്കും? ഏത് ചിഹ്നം വരും? കോ. കോ. ഇങ്ങനെ എഴുതി ഒരു ഓ പറയുമ്പോൾ ഒരു ദീർഘം കൂടെ നമ്മളിതിൽ കൂട്ടണം. ഓ. ഓ. ഈ കാ എഴുതി കോ. 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 ഇത്തിരി നീട്ടിയാണ് നമ്മളിത് പറയണത്. അപ്പോൾ ഇതിനൊരു ദീർഘം കൂടെ എഴുതണം. കോ. ഓ. കായും ഓയും കൂടുമ്പോൾ കോ. ഈ ചിഹ്നം ഇടണം. ഇവിടെ ഇങ്ങനെ ഒരു ദീർഘം ഇടണം. അപ്പോഴാണ് കോ. കായും ഓയും കോ. എന്താ? ഓ കഴിഞ്ഞാൽ ഓ. ഓ. ഓ പറയുമ്പോൾ ഒരു ദീർഘം ഓ. ഓ. നീട്ടി പറയുമ്പോൾ എപ്പോഴും ദീർഘം എഴുതണം. നീട്ടി നമ്മൾ എന്തെങ്കിലും അക്ഷരം നീട്ടി പറയുമ്പോൾ അതിനാ നമ്മൾ ദീർഘം. അപ്പോൾ ഓ. ഓടെ കൂടെ കാ തന്നെ എഴുതി നോക്കാം. കാ. കായും ഓയും കൂടുമ്പോൾ എങ്ങനെ എഴുതും? കോ അല്ലേ? കോ. കോ എന്ന് പറയുമ്പോൾ നീട്ടിയല്ലേ പറയണേ. അപ്പം നമ്മൾ ഓടെ ചിഹ്നം ഇങ്ങനെ ഇവിടെ കാ എഴുതാം. ദീർഘം കോ. കോ. കായും ഓ. കോ. ഓ. നീട്ടി പറയുമ്പോൾ എപ്പോഴും ദീർഘം ഇടണം. ഏത് വാക്കും നീട്ടി പറയുന്നിടത്ത് നമ്മളപ്പോൾ ദീർഘം ചേർക്കണം കേട്ടോ. നിങ്ങൾക്ക് എളുപ്പത്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത്. അടുത്തത് എന്താ? അടുത്ത സ്വരാക്ഷരം ഏതാ? ഓ. ഓ. ഔ. ഔ. ഓ എഴുതി ഇങ്ങനെ എഴുതിയില്ലേ നമ്മൾ? പിന്നെന്താ വായിക്കുക? ഔ. ഔ. ഔടെ കൂടെ കാ തന്നെ ചേർത്തു. കാ. അപ്പം എങ്ങനെ വായിക്കും? കായും ഔവും കൂടെ ഒരുമിച്ച് വായിക്കും. എങ്ങനെ വായിക്കും? കാ ഔ. കൗ. അപ്പം എങ്ങനെ എഴുതും? കൗ. കാ എഴുതി ഔ. ഔ നമ്മൾ ഈ ചിഹ്നം തന്നെയാണ് നമ്മൾ ഇടുന്നത്. കൗ. കാടെ കൂടെ ഔ. കൗ. കാ ഔ. കൗ. അടുത്തതെന്താ? അടുത്ത സ്വരാക്ഷരം അം. അം. ആ എഴുതിയിട്ട് അം എന്ന് പറയുമ്പോൾ അം ഒരു പൂജ്യം. അം. അം. അമ്മിൻ്റെ കൂടെ കാ എഴുതാം നമുക്ക് വീണ്ടും. ക. കായും അമ്മും കൂടെ ഒരുമിച്ച് എങ്ങനെ എഴുതും? വായിക്കും നമ്മൾ ഒരുമിച്ച്? കാ അം. കം. കം. അം. അപ്പം ഈ ചിഹ്നം തന്നെ ഇങ്ങോട്ടിട്ടു. കം. അടുത്തത് അം കഴിഞ്ഞ ആ. ആ എങ്ങനെ എഴുതും? അടുത്തത് ആ. അം ആ. ഈ ആ എഴുതുന്നത് നമ്മൾ ഇങ്ങനെയാണ്. ആ എഴുതി ആ. അടുത്തത് ആ. ഇത് നമ്മൾ ആ എന്നാണ് വായിക്കുക. ഇത് വെച്ചിട്ട് നമുക്കൊരു വാക്കാണ് നമുക്ക് എഴുതാം. നമ. ആ. അപ്പോൾ ഈ പൂജ്യം നമ്മളിവിടെ ഉപയോഗിച്ചു അല്ലേ? ആ. നമ. നമ. ആ. നമ. നമ എഴുതുമ്പോൾ നമ്മൾ ഈ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ. നമ്മളപ്പോൾ ഈ അമ്മ എഴുതുന്നത് അം. അമ്മിൻ്റെ ചിഹ്നമാണ് ഇതാണ് അം ചിഹ്നം. ആ. അം ആ. ആ. ആടെ ചിഹ്നം ആ. അം ആ. നമ്മളിന്ന് പഠിച്ചത് കെ അല്ലേ? കെ. കേ. കൈ.
കൈ. കോ കോ കൗ. കം കം. കെ കൈ കോ കൗ കം. കോ ചോ ചോ. കോ പോ കൗ പൗ കം തം. ഇതുപോലെ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും വെച്ച് നമുക്ക് ഈ ചിഹ്നങ്ങൾ കൂട്ടിച്ചേർക്കാം. കെ കൈ കോ കോ ചിഹ്നം. കൗ എപ്പോഴും ഓർക്കുക കെ ഇതിന് രണ്ടിനും ദീർഘം വരില്ല. ദീർഘം നിങ്ങൾ തെറ്റി കെ പറയുമ്പോൾ ചിലവർ എഴുതും ഇങ്ങനെ എഴുതിയിട്ട് ദീർഘം എഴുതും. അങ്ങനെ എഴുതാൻ പാടില്ല. കെ എന്ന് പറയുമ്പോൾ ദീർഘ ഇല്ലാതെ എഴുതണം. കെ ആയാലും ദീർഘില്ലേ. ഇങ്ങനെ കോ ഓ ഓ ഓ ഓ എന്നുള്ള സൗണ്ട് വരുന്നത് കണ്ട, അപ്പം മാത്രമേ നമ്മൾ ദീർഘം എഴുതാൻ പാടുള്ളൂ. കോ ഓ സൗണ്ടിനാണ് നമ്മൾ ദീർഘം എഴുതുക. ഓ എന്നുള്ള സൗണ്ട് വരുന്ന അക്ഷരങ്ങൾ എഴുതുമ്പോൾ മാത്രമേ ദീർഘം എഴുതാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാ വാക്കുകളുടെ ഇടയിലും തെറ്റി ദീർഘം എഴുതാൻ പാടില്ല കേട്ടോ. കോ ഓ നമ്മുടെ ചുണ്ട് ഒരു ഓ എന്നുള്ള സൗണ്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ കോ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ ദീർഘം എഴുതാൻ പാടുള്ളൂ. കേക്കൊന്നും ദീർഘം എഴുതാൻ പാടില്ല കേട്ടോ. കേന്ന് അപ്പം നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് 2-3 വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെയും ചിഹ്നങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, എല്ലാവരും ഈ ചിഹ്നങ്ങൾ നന്നായി എഴുതി പഠിക്കുക. നന്നായി പഠിക്കണം. എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കാണിച്ചു തരിക. ഓക്കെ, ടേക്ക് കെയർ.